ഈശ്വംസിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ഈ ഭജനച്ച നെൽസനച്ച സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒത്തിരി വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു എൻ്റെ പട്ടം. ഡിസംബർ 30-ാം തീയതി. ഒരു മാസം തന്നെ അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഞാനൊരു ശിശുവാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള അച്ഛന്മാരുടെ, പ്രത്യേകിച്ച് ഈ ഭജനത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പട്ടത്തിന് ക്ഷണിക്കാൻ വന്നപ്പോഴും ഒക്കെ അച്ഛൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, പട്ടത്തിന്റെ ദിവസങ്ങളിലും ഒക്കെ. അപ്പം പ്രത്യേകമായിട്ട് അതിനെല്ലാം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാവരോടും അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എല്ലാം പട്ടത്തിന്റെ എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് നടക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിന് പ്രത്യേകമായിട്ട് ദൈവത്തിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ വചന പ്രഘോഷകനൊന്നുമല്ല ഞാൻ വളരെ കുട്ടിയാണ്. നിങ്ങൾക്കറിയാം, പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം, പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ശിശുവാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ശിശുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമാണ് മാത്രമാണ് എനിക്ക് പിൻബലമായിട്ടുള്ളത് എന്ന് ആദ്യമേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒരു സന്ദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് നിങ്ങളോട്, തീർച്ചയായിട്ടും എന്നെക്കാളും അറിവും അനുഭവവും ഒക്കെ ഉള്ള നിങ്ങളോട് എന്താണ് വചനത്തിലൂടെ പങ്കുവയ്ക്കേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച ഒരു ചിന്ത ഇതാണ്. ഇന്നത്തെ നമ്മളെ സുവിശേഷത്തെ പറ്റി തന്നെ അല്പം പറയാം. കാരണം രാവിലെ സുവിശേഷത്തെ പറ്റി ധ്യാനിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരേ ഒരു ആശയം ഇതാണ്. നമ്മുടെ എല്ലാവരെയും ഒരു ജീവിതത്തോളം തന്നെ വിലയുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നിങ്ങളത് ഇതിനോടൊപ്പം തന്നെ വായിച്ചു കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇന്ന് വായനയ്ക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതൊന്ന് ഉറക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകൊത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം, പ്രത്യേകിച്ച് 22 വരെയുള്ള വാക്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മളോട് വചനം പറയുന്ന ഒരേ ഒരു ചിന്ത നിത്യജീവനെ പറ്റിയാണ്. ഒരു ചെറുപ്പക്കാരൻ ഈശോയുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിത്യജീവനെ പറ്റിയും ഈ ലോകത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ പറ്റിയും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ വചനത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്ത് നാം ഒക്കെ ആയിരിക്കേണ്ട സ്വർഗത്തിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റിയും
ഒരു വിശ്വാസത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഇന്നേ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ അച്ഛനോടൊക്കെ ചിന്തിച്ചാൽ നമുക്കറിയാം, എപ്പോഴും പ്രത്യേകിച്ച് വചനപ്രഘോഷകരൊക്കെ പറയാറുണ്ട്, കർത്താവ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ഒരുക്കമായിട്ട് തീഷ്ണമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അടയാളങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നിത്യജീവനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അത് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മലബാറിലാണ് എന്റെ സെമിനാരി ജീവിതമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പൊ 12ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 4 വർഷം പഠിപ്പിച്ചതിൽ 3 വർഷം 12ാം ക്ലാസ്സിലും 1 വർഷം 11ാം ക്ലാസ്സിലുമാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി ഒത്തിരിയേറെ ചോദ്യം ചോദിക്കുവാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെയൊക്കെ കുട്ടികളെയൊക്കെ നമ്മൾ 12 വർഷം വേർപാടൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അവർക്കോ നമുക്കോ പോലും ഈ നിത്യജീവനെ പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങള് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംശയത്തിൽ നിൽക്കും. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് സ്വർഗം, എന്താണ് നരകം, എന്താണ് ശുദ്ധീകരണ സ്ഥലം, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. പലരും സ്വർഗം നരകം ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും പലർക്കും ഇന്നതൊരു സംശയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ 11ും 12ും ക്ലാസ് വരെ പഠിച്ച നമ്മുടെ മക്കൾക്ക് പോലും സഭയെ പറ്റിയോ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെ പറ്റിയോ ശരിയായിട്ടുള്ള ഒരു ധാരണ ഇന്നില്ലാതെ പോകുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ അവരോട് ചോദിച്ചാല് സ്വർഗം എന്താണ്, അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാല് അവർ പറയും ഉണ്ട്. ഉറപ്പാണോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഉണ്ട്. അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അത്രയ്ക്ക് ഉറപ്പില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ എന്താ സ്വർഗം, എവിടെയാ സ്വർഗം എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ല. അതുപോലെ തന്നെ എന്താണ് നരകം, അവർ പറഞ്ഞിരിക്കുന്നത് ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം നന്നായിട്ട് ജീവിച്ച സ്വർഗത്തിൽ പോകും എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെയൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ചിന്ത, നന്നായിട്ട് ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നീ നരകത്തിൽ പോകും, അങ്ങനെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്താൽ. അപ്പൊ നമ്മൾ അതൊരു വിശ്വാസമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാൾ വഴികളിലായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം കണ്ടു വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സയൻസിനോട് എക്സ്പീരിയൻസ് നടത്തി അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ അവർ ചോദിക്കും, അച്ഛാ മനുഷ്യൻ എങ്ങനെയാ ഉണ്ടായത്, പരിണാമ സിദ്ധാന്തത്തിൽ ഡാർവിൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ലേ മനുഷ്യൻ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു മിണ്ടായിരിക്കണം, ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഈശോ ഉണ്ടാക്കിയതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ആരും അത് ഒറ്റ വാക്കിൽ കേട്ട് വിശ്വസിക്കത്തില്ല. കാരണം നമ്മളെ പോലെ ഇപ്പോൾ വൈദികരോ സന്യസ്തരോ ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും മാത്രമുള്ള ഒരു കൃപ ദൈവം നമുക്ക് പലപ്പോഴും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് അത്രയേറെ ഉറപ്പും ആഴവും ഉണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ വളർത്തപ്പെട്ടത് ശക്തമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിത്തറ പേർന്ന മണ്ണിലായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ മക്കള് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ പറ്റി അവരോട് പറഞ്ഞാൽ അവർ ഉടനെ തിരിച്ച് ചോദിക്കും. അത് മാത്രമല്ല, നമ്മൾ അവരെ ഉത്തരം പറഞ്ഞ് എത്രമാത്രം കൺവിൻസ്ഡ് ആക്കാൻ നമുക്ക് പറ്റുന്നോ അതിനനുസരിച്ച് മാത്രമേ അവരതൊക്കെ സ്വീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വർഗമുണ്ട് അത്ര ഇനി അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വർഗമുണ്ടെന്ന് കേട്ടിട്ട് അവരൊക്കെ പോകും. പിന്നീട് അവരുടെ ചിന്ത ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയാണ്. കാര്യം നമ്മൾ കുട്ടികളോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് പറയും, അച്ഛാ ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വർഗമുണ്ടെന്ന്. ആരാണ് സ്വർഗത്തിൽ പോയിട്ടുള്ളത്, ആരാണ് അതിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് നരകത്തിൽ പോയിട്ടുള്ളത്? ഇതൊക്കെ കത്തോലിക്ക സഭ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ? ഇതൊക്കെ ഇങ്ങനെ മനുഷ്യനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ലേ? അതിനപ്പുറത്ത് എന്ത് തെളിവാണ് നമുക്ക് തരാനായിട്ടുള്ളത്? സ്വർഗം ഒരു സ്ഥലമാണെങ്കിൽ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മേലിലാണോ താഴെയാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മൾ നിത്യജീവനെ പറ്റിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. നിത്യജീവനെ പറ്റി ചിന്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തോളം തന്നെ വിലയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിത്യജീവനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ സ്വർഗം നരകം എന്നുള്ള ഓരോ വാക്കുകളിലൂടെ അങ്ങ് ഒതുക്കി പോവുകയാണ്. അതിനപ്പുറത്തായിട്ട് സഭ പഠിപ്പിക്കുന്നത് എന്താണ്, സഭയ്ക്ക് ഇതിനെപ്പറ്റി അത് പറയാനുള്ളത് എന്താണ് എന്ന് നിങ്ങളും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാര്യം നിങ്ങളെല്ലാവരും ഒത്തിരിയേറെ തീഷ്ണതയുള്ളവരാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ ആയിരുന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാവരും ഉറങ്ങുമ്പോഴും
ഉറക്കം വിളിച്ച് അവന്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയാൽ നാളെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളായിരിക്കുന്ന സമൂഹത്തിനും ഒക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് അത് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്, സ്വർഗം. അവിടെയാണ് നിത്യജീവന പ്രസക്തി ഉണ്ടാകുന്നത്. നമുക്കറിയാം, ജീവിതം നിത്യജീവനമുണ്ട്, സാധാരണ ജീവിതമുണ്ട്. നമ്മളെല്ലാവരും സാധാരണ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ എന്താണ് നിത്യജീവൻ എന്ന് ചോദിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യം അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ സ്വർഗത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എവിടെയാണ് സ്വർഗം എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് സ്വർഗം? സ്വർഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ പണ്ടുള്ളവരൊക്കെ പറയും, അങ്ങ് മേളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്, നരകം ഭൂമിക്കടിയിലാണ്. അങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മളൊക്കെ കേട്ട് വളർന്നത്, പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിതൊരു സ്ഥലമാണ്, മുകളിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേന് എവിടെയാണ്? ഇന്നത്തെ പിള്ളേർ ചോദിക്കും, എവിടെയാണ് സ്പേസിൽ, എവിടെയാണ് സ്വർഗത്തിന്റെ പൊസിഷൻ? അത് വ്യാഴത്തിനും ചൊവ്വായ്ക്കും ഇടയിലാണോ, ശുക്രനും ബുധനും ഇടയിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. അതുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ സഭയുടെ പഠനം കൃത്യമായിട്ടുണ്ട്. ഇതൊരു സ്ഥലമല്ല. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു അവസ്ഥയാണ്. ഇതൊരു സ്ഥലമല്ല, ഇതൊരു അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്വർഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എവിടെ കർത്താവുമായിട്ട് നമ്മൾ കൂടെ ആയിരിക്കുന്നോ അതാണ് സ്വർഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ മക്കൾ പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ളവര് വന്നിട്ടുണ്ടായിരിക്കും, ജോലിക്ക് പോയിട്ടുള്ള മക്കൾ വന്നിട്ടുണ്ടായിരിക്കും, മക്കളും മരുമക്കളും ഒക്കെ ഒരുമിച്ച് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളുടെ വീടിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളുടെ വീടിനുണ്ടാകുന്ന ഒരു അനക്കമുണ്ട്, അല്ലെ? ഇപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് അനക്കമില്ല. പക്ഷെ മക്കളൊക്കെ പുറത്താണെങ്കിൽ, ഒരുപക്ഷെ മക്കളൊക്കെ പഠിക്കാനോ ജോലിക്കോ പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ശൂന്യതയുണ്ട്. പക്ഷെ മക്കളൊക്കെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ വീടിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെ? മക്കളൊക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേന് അവരുടെ വഴക്കും അവരുടെ കുസൃതിയും അവരുടെ ചിരിയും കളിയും ഒക്കെ കൊണ്ട് നിങ്ങളുടെ വീടൊന്ന് ഉണരും. പ്രിയപ്പെട്ടവരെ, അപ്പോഴുള്ള ഒരു അവസ്ഥയെ പറ്റി ഒരു പക്ഷെ നമുക്ക് വാക്കുകളോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അതിനപ്പുറത്ത് പറയാൻ മേലാത്ത ചില കാര്യങ്ങളുണ്ട്. പറയാൻ മേലാത്ത എന്താണ് മകൻ കൂടെ ഉള്ളപ്പോൾ നിനക്കുള്ള അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാക്കുകളിലൂടെ പറയും. പക്ഷെ വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആള് വർഷങ്ങളായിട്ട് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയാണെന്നിരിക്കട്ടെ, അയാൾ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വൈകിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഒരാള് ആകസ്മികമായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് നമുക്ക് വാക്കുകളോടെ കുറച്ച് പറയാം. എനിക്ക് സന്തോഷമാണ്, അവന്റെ ചിരി എനിക്കിഷ്ടമാണ്, കളി ഇഷ്ടമാണ്, വാക്ക് ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനപ്പുറത്ത് പറയാൻ മേലാത്ത എന്തോ ഒരു കാര്യമുണ്ട്. അവന്റെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അവന്റെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. അവന്റെ കൂടെ ആയിരിക്കുമ്പോൾ മറ്റൊന്നിനെയും പേടിയില്ലാത്തൊരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ കൂടെയുള്ളവരെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൂടി നിങ്ങൾ ആയിരിക്കുന്നതാണ് സ്വർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അതൊരു സ്ഥലമല്ല, ഒരു അവസ്ഥയാണ്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്വർഗം എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു, അല്ലെ? കർത്താവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. അല്ലാതെ അതൊരു സ്ഥലമാണെന്ന് നമ്മൾ ഇനി ഒരിക്കലും പറയരുത്. മറിച്ച് സ്വർഗം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിനോട് ഒന്നായിരിക്കുന്ന അവസ്ഥ. നിങ്ങൾ ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് അവരോട് വിനയം പ്രാപിക്കുന്ന ആ അവസ്ഥയാണ് സ്വർഗം. അത് സ്ഥലം എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അവരോട് ചേർന്നാണ്. വിശുദ്ധ അഗസ്തീനോസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവമേ, നീ എന്നെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിൽ വിനയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് മരണത്തിന് ശേഷം ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് സ്വർഗം. അങ്ങനെയെങ്കിൽ നരകം എന്താണ്?